ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കാലിഫോർണിയയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ബോണി ആരോൺസ് ജനിച്ചു. ഈ ബോണി ആരോൺസിന് സാധാരണ കുട്ടികളെ പോലെയല്ല, അവളുടെ മുഖവും അവളുടെ മൂക്കും ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. മുഖം കുറച്ച് നീണ്ടിട്ടും മൂക്ക് കുറച്ച് വളഞ്ഞിട്ടും ഒക്കെ കുറച്ച് വിരൂപ രീതിയിലായിരുന്നു അവളുടെ ജനനം. അവൾക്ക് അവളുടെ വീട്ടിൽ തന്നെ വളരെയധികം സപ്പോർട്ട് കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ പിന്നെ നാട്ടിലെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒരു വിചിത്ര ജീവിയെ നോക്കിക്കാണുന്നത് പോലെയാണ് അവിടുത്തെ ജനങ്ങൾ അവളെ കണ്ടത്. ആ വൈരൂപ്യവും പേറി അവൾ വളർന്നു. അവളുടെ ഭാവിയിൽ മാതാപിതാക്കൾക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എന്നാലും അവളെ അവർ നല്ല വിദ്യാഭ്യാസം നൽകി വളർത്തി. വലുതാകുമ്പോൾ ഒരു സിനിമാ താരം അല്ലെങ്കിൽ സിനിമാ നടി ആകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അത് കേട്ടപ്പോൾ ബോണിയുടെ വീട്ടിൽ നിന്ന് തന്നെ ആദ്യത്തെ എതിർപ്പ് വന്നു. നീയാണോ സിനിമാ നടിയാവാൻ പോകുന്നത്? ഈ മുഖം വെച്ചിട്ടാണോ സിനിമാ നടിയാവാൻ പോകുന്നത് എന്ന് വീട്ടിലുള്ളവർ തന്നെ അവളെ പരിഹസിച്ചു. അവളുടെ കൂട്ടുകാരികൾ, അവളുടെ നാട്ടുകാർ, അയൽപ്പക്കക്കാർ, എന്തിനു പറയുന്നു, അധ്യാപകര് വരെ പരിഹസിക്കാൻ തുടങ്ങി. എന്നാലും ബോണി തന്റെ ആഗ്രഹം ഉള്ളിലൊതുക്കി അതിനുവേണ്ടി പ്രയത്നിക്കാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിച്ചു. അങ്ങനെ അവൾ അവളുടെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം അവൾ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. എന്നാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും അവളെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടായിരുന്നു. നിന്റെ മുഖം സിനിമയ്ക്ക് ചേർന്നതല്ല, നിന്റെ ശരീരം സിനിമയ്ക്ക് ചേർന്നതല്ല, നീ ഒരിക്കലും സിനിമാ നടിയാകാൻ പോകുന്നവളല്ല എന്ന് അവർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഈ വാക്കുകളൊന്നും ബോണിയുടെ സിനിമാ നടിയാകണമെന്ന ആഗ്രഹത്തെ തളർത്താൻ ഒരിക്കലും പറ്റിയില്ല. എല്ലാ അവഗണനകളെയും പരിഹാസങ്ങളെയും സഹിച്ചും എതിർത്തും ധൈര്യത്തോടെ നേരിട്ടും അവൾ ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങി. പിന്നെ ഒരു ചാൻസ് ചോദിച്ച് ഹോളിവുഡിലെ എല്ലാ സ്റ്റുഡിയോകളിലും കയറിയിറങ്ങി. മുട്ടാത്ത വാതിലുകളില്ല. ഒരു ചാൻസ് തരൂ എന്ന് പറഞ്ഞ് ബോണി എല്ലായിടങ്ങളിലും കയറിയിറങ്ങി. എന്നാൽ എല്ലാ വാതിലുകളും അവളുടെ മുന്നിൽ പൊട്ടിയിറങ്ങി. ചെല്ലുന്നിടത്തെല്ലാം അവളുടെ മൂക്കിന്റെയും മുഖത്തിന്റെയും ആകൃതിയുടെ പ്രശ്നത്താൽ എല്ലാവരും അവളെ ആട്ടിയിറക്കി. എങ്കിലും അവൾ അവളുടെ പരിശ്രമം അവസാനിപ്പിച്ചില്ല. അങ്ങനെയിരിക്കെ അവൾക്കൊരു അവസരം കിട്ടി. ആ അവസരത്തിൽ നിന്നും പാതവക്കിലെ വേശ്യ ആയും മോർച്ചറിയിലെ ശവം ആയും ആൾക്കൂട്ടത്തിലെ ഒരാളായും അവൾ വെള്ളിത്തിരയിൽ കാണപ്പെട്ടു. കിട്ടിയ വേഷങ്ങളിൽ അവൾ നന്നായി തന്നെ അഭിനയിച്ചു തുടങ്ങി. അവളുടെ അടങ്ങാത്ത ആഗ്രഹത്തെ ഒരു ശക്തിക്കും തടയാനായില്ല. അങ്ങനെ ഒരിക്കൽ ജെയിംസ് വാൻ എന്ന സംവിധായകന്റെ ശ്രദ്ധ അവളിലേക്ക് പതിഞ്ഞു. അവിടെ നിന്നാണ് അവളുടെ ജീവിതം മാറിമറിയുന്നത്. കൺജറിങ് എന്ന സിനിമയുടെ, അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയുടെ വൻ വിജയത്തിന് ശേഷം കൺജറിങ് 2 എന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ എടുക്കാൻ വേണ്ടി നടീനടന്മാരെയും കഥയും എല്ലാം സെറ്റാക്കി വെച്ച സമയത്ത് ഒരു നടിയെ മാത്രം ലഭിക്കാൻ വേണ്ടിയിട്ട് അതിലെ ഒരു കഥാപാത്രത്തെ അന്വേഷിച്ചുകൊണ്ട് ആ കഥാപാത്രം ചെയ്യാൻ ആളെ കിട്ടാത്തത് കൊണ്ട് പല ഫോട്ടോഷൂട്ടുകളും നടത്തി. ആരെയും കിട്ടിയില്ല. അങ്ങനെ ജെയിംസ് ബോണ്ട് നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി. അദ്ദേഹത്തിന് എവിടെയും ആ കഥാപാത്രത്തിന് ഉത്തമയായ അല്ലെങ്കിൽ ഒത്തുപോകുന്ന ഒരാളെ കാണാൻ കഴിഞ്ഞില്ല.
ഏതോ ഒരു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി മാത്രം ഒതുങ്ങി നിന്നിരുന്ന ബോണിയുടെ മുഖം അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം കാണാൻ ഇടയായത്. താൻ തേടി നടന്ന അതേ മുഖം അദ്ദേഹം അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു. പിന്നീടുണ്ടായത് സിനിമയെ വെല്ലുന്ന കഥയാണ്. ബോണി ആരോൺസ് കൺചറിങ് 2 എന്ന സിനിമയിൽ അഭിനയിക്കുന്നു. ആ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടി. ആ സിനിമയുടെ ക്ലൈമാക്സിൽ ജനങ്ങളെ, പ്രേക്ഷകരെ ഭീതിയിലാഴ്ത്തിയ കന്യാസ്ത്രീയുടെ വേഷം ധരിച്ചത് നമ്മുടെ സ്വന്തം ബോണിയായിരുന്നു. നീണ്ട മുഖവും വളഞ്ഞ മൂക്കും ഉള്ള വലാഖ് എന്ന പ്രേതത്തെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചു. ഈ കഥാപാത്രത്തിന് കിട്ടിയ ജനപ്രീതി മൂലം, വലാഖ് എന്ന കഥാപാത്രത്തിന് കിട്ടിയ ജനപ്രീതി മൂലം ആ കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കി അടുത്ത ഒരു സിനിമ കൂടി അദ്ദേഹം നിർമ്മിക്കാൻ, അദ്ദേഹം സംവിധാനം ചെയ്യാൻ തയ്യാറായി. ദി നൺ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷവും കേന്ദ്ര കഥാപാത്രവും നമ്മുടെ ബോണിയാണ് അവതരിപ്പിച്ചത്. ആ സിനിമ വൻ വിജയമായതോടുകൂടി ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സിനിമാ പ്രേക്ഷകർ നമ്മുടെ സ്വന്തം ബോണിയെ സ്വീകരിച്ചു. ഒപ്പം തന്നെ ഹോളിവുഡിലെ വമ്പൻ പ്രതിഫലം വാങ്ങുന്ന ഒരു സിനിമാ താരമായി നമ്മുടെ സ്വന്തം ബോണി വളർന്നു പന്തലിച്ചു. സിനിമയ്ക്ക് പറ്റിയതല്ല അവളുടെ മുഖം എന്ന് പരിഹസിച്ച ഓരോരുത്തരും ഇപ്പോൾ അവളുടെ മുഖം സ്വന്തം മൊബൈൽ ഫോണിന്റെ വാൾപേപ്പറാക്കി ഇട്ടിരിക്കുന്ന കാലമാണിത്. വ്യത്യസ്തരാണെങ്കിൽ പോലും നമുക്ക് വിജയിക്കാൻ കഴിയും എന്നതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ പോയിന്റ്. പരിഹാസങ്ങളെ അവഗണിക്കുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുക, അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഓരോ വ്യക്തിക്കും അവരവരുടേതായ സൗന്ദര്യവും വ്യക്തിത്വവുമുണ്ട്. മറ്റുള്ളവരുടെ പരിഗണന കിട്ടണമെന്നില്ല. നമ്മൾ സ്വയം പരിഗണിക്കുക, നമ്മളെ സ്വയം നമ്മൾ തന്നെ പരിഗണിക്കുക. എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള സ്റ്റോറി കഥകൾ അത് ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് എടുക്കാം. വെറുതെ കേട്ടു പോവാം, അല്ലെങ്കിൽ അത് മനസ്സിൽ ഉറപ്പിച്ച് വീണ്ടും വീണ്ടും കേട്ടും കണ്ടും മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോവാം. അതൊരു മോട്ടിവേഷനായി കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നാളെ കാണാം. ബൈ.